എന്താ ഒരു സുഗന്ധം. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഈ പൂവ് കാണുമ്പോഴും ഇതിങ്ങനെ മണക്കുമ്പോഴൊക്കെ എനിക്ക് അവളെ ഓർമ്മ വരും. ഹേയ്, അവൾക്ക് ഈ പൂവിന്റെ മണം എന്നല്ല കേട്ടോ. പക്ഷെ അവളുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മരം ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഒക്കെ ഈ പൂക്കൾ പറിച്ചെടുത്ത് ഇങ്ങനെ മണക്കുമായിരുന്നു. ഇപ്പൊ ഞാനും അവളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണ്. പക്ഷെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ആ കാലം ഓർമ്മ വരും. അന്നത്തെ ഞങ്ങളുടെ ആ കൂട്ടും ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കുസൃതികളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖവും ഒക്കെ ഓർമ്മ വരും. അങ്ങനെ ചില ഗന്ധങ്ങൾ, ചില മണങ്ങളുണ്ട്. ഏതാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും ഒരൊറ്റ മാത്ര കൊണ്ട് അവ നമ്മളെ നമ്മുടെ ഭൂതകാലത്തിൻ്റെ നിലവറയിലേക്ക് വലിച്ചിട്ട് കളയും. എത്ര കുതറി ഓടാൻ ശ്രമിച്ചാലും പഴയ കാലത്തിൻ്റെ ചില ചങ്ങലക്കുരുക്കുകൾ കൊണ്ട് നമ്മളെ തളച്ചിടുന്ന അങ്ങനെയും ചില ഗന്ധങ്ങൾ, ചില ഇടങ്ങൾ, ചില നേരങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ ഗന്ധവും ചിലപ്പോഴൊക്കെ ഓരോ കാലങ്ങളിലേക്കുള്ള തൂക്കുപാലങ്ങളാണ്. നമ്മൾ എത്ര കയറുണ്ടെന്ന് നനച്ചാലും നമ്മൾ എന്നോ മറന്നു തുടങ്ങിയ ആ ഒരു കാലത്തിലേക്ക്, ആ കാലത്തിൻ്റെ മറുകരയിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നിരിക്കും. എൻ്റെ കുട്ടിക്കാലത്തിന് പുലർക്കാലം മഞ്ഞു വീണ് നനഞ്ഞു കിടക്കുന്ന പുല്ലിൻ്റെയും ചാണകത്തിൻ്റെയും മണമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ കൂടുതലും കണക്ട് ചെയ്ത് കിടക്കുന്നത് എൻ്റെ അമ്മ വീടുമായിട്ടാണ്. തൊഴുത്ത് നിറയെ പശുക്കളുള്ളൊരു വീടായിരുന്നു അത്. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പശു വയറിപ്പശുവാണ്. വയറിപ്പശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മയാട്ടെ വയറിപ്പശു വീണേന്നുള്ള ആരുടെയോ ഒരു നിലവിളിയാണ്. നട്ടുച്ച നേരത്ത് കൊയ്ത്ത് തീർന്ന പാടത്തു കൂടി കൊയ്ത്തിന്റെ അവശേഷിപ്പുകളെ ചവിട്ടി ആരൊക്കെയോ ഓടുമ്പോൾ ഞാനും കൂടെ ഓടുന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. ഒതുക്കുകല്ലുകൾ കയറി ഭാനുചേച്ചിയുടെ പറമ്പിലേക്ക് ചെല്ലുമ്പോൾ കാലിൽ വലിയൊരു മുറിവുമായിട്ട് വയറിപ്പശു അവിടെ വീണ് കിടക്കണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ രാത്രിയും രാവിലെയും അപ്പൂപ്പൻ ഈ പശുവിൻ്റെ കാലിൽ ഒരു മരുന്ന് പുരട്ടും. കറുത്ത നിറമുള്ള ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ളൊരു മണമുള്ള ഒരു മരുന്നാണത്. എന്നും മരുന്ന് പരട്ടിയിട്ടും പക്ഷെ പശു വീണ്ടും എണീറ്റിട്ടില്ല. ആ വയറി പശുവിൻ്റെ മകളായിരുന്നു ഗീത. നല്ല തവിട്ട് നിറമുള്ള, നല്ല തിളങ്ങുന്ന തവിട്ട് നിറമുള്ള, എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പശുവായിരുന്നു. പറമ്പിൽ പുല്ല് തിന്നുമ്പോഴും അതുപോലെ തൊഴുത്തിന്ന് വൈക്കോല് തിന്നുമ്പോഴൊക്കെ തന്നെ തെരഞ്ഞ് ആരോ വരുന്നുണ്ട് എന്ന് ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി നോക്കുന്ന, സദാസമയം ഒരു ടീച്ചറിന്റെ ഗൗരവമുള്ള ഒരു പശു. ഗീതയുടെ മക്കളെ പലരും വന്ന് വാങ്ങിക്കൊണ്ട് നന്ദിനിക്കുട്ടീനെ ഒഴിച്ചു. കാരണം നന്ദിനിക്കുട്ടീനെ വിൽക്കാനായിട്ട് വീട്ടിൽ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ഒരു പശുക്കുട്ടിയായിരുന്നു അവള്. നമ്മൾ ഈ സിനിമകളിലും അതുപോലെ പാലിന്റെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കിടാവ്. നല്ല തവിട്ട് നിറത്തിലുള്ള ശരീരവും അതിലെ ഇങ്ങനെ വെളുത്ത അടയാളങ്ങളും. അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവളുടെ നെറ്റിയിൽ ഒരു ഗോപിക്കുറി ഉണ്ടായിരുന്നു, വെളുത്ത നിറത്തിലുള്ള ഒരു ഗോപിക്കുറി. അതുപോലെ അവളുടെ വാലിന്റെ അറ്റം ഇങ്ങനെ താമര മുട്ട് പോലെ ഇങ്ങനെ കൂമ്പിയ വെളുത്ത നിറത്തിലുള്ള ഒരു ഒരു വാലിന്റെ തുമ്പു. അവള് പിന്നീട് വലുതായി, അവൾക്കും കിടാങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോഴും നന്ദിനിക്കുട്ടി എന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ പറഞ്ഞത് ആ വാലിങ്ങനെ വളച്ചു പൊക്കിയിട്ട് നല്ല പളുങ്കുമണി പോലത്തെ കണ്ണുകൾക്ക് ഇങ്ങനെ ഉരുട്ടി എൻ്റെ ഒപ്പം പറമ്പ് മുഴുവൻ ഓടി നടക്കുന്ന ആ ഒരു കുഞ്ഞി കിടാവിനെയാണ്. അമ്മൂമ്മയ്ക്ക് വയ്യാതായതോടുകൂടി നന്ദിനിക്കുട്ടിയെ ആരോ വന്നു വാങ്ങിച്ചോണ്ടേ. ശരിക്കും പറഞ്ഞാൽ അവളായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ അവസാനത്തെ പശു. പിന്നെ അതിനുശേഷം പശുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ പശുക്കളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പശുവിനെ കറക്കുമ്പോൾ ആ പാൽപാത്രത്തിലേക്ക് പാല് വീഴുന്ന സിർന്നുള്ള ഒരു ശബ്ദം, അതുപോലെ കറന്നെടുത്ത പശുവും പാലിൻ്റെ ഇളം ചൂട്, അതിൻ്റെ രുചി. അമ്മൂമ്മ പാല് കറക്കുമ്പോൾ ഞാനൊരു സൺസിൽക്ക് ഷാമ്പൂവിൻ്റെ കുപ്പിയായിട്ട് കുറച്ച് അപ്പുറം പോയിരിക്കും. ഷാമ്പു തീർന്നു കഴിഞ്ഞപ്പോൾ ഇനി മുതൽ ഇതിൽ പാല് തന്നാൽ മതി എന്നും പറഞ്ഞ് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഷാമ്പൂവിൻ്റെ കുപ്പി കഴുകിയെടുത്ത് അതിലായിരുന്നു ഞാനൊന്ന് പാല് കുടിച്ചോണ്ടിരുന്നത്. ഐ മീൻ കറന്നെടുക്കുന്ന പാല്. അമ്മൂമ്മ ആദ്യം കറന്നൊഴിക്കുന്നത് എൻ്റെ ഈ ഷാമ്പൂവിൻ്റെ കുപ്പിയിലോട്ടാണ്. അതെൻ്റെ അവകാശമാണ്. ചൂടോടെ കറന്നെടുത്ത ആ പശുവിൻ്റെ പാല് കുടിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കത് ഇഷ്ടമല്ല. ആ പാല് കുടിച്ച് കഴിയുമ്പോഴേക്കും അമ്മൂമ്മ അടുത്ത പാത്രത്തിലേക്ക് പാല് കറന്നെടുക്കാൻ തുടങ്ങും. ആദ്യം കറന്നെടുത്ത് ഈ പാൽപാത്രം അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ തന്നെ തീരുമാനിച്ചാണ്. അടുക്കളയിൽ എത്തുമ്പോഴത്തേക്കും ആ പാത്രത്തിൽ നിന്ന് 2 കവിള് പാല് ഞാൻ കട്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ അടുക്കളയിൽ തിരിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പ്രേം നസീറിൻ്റെ മീശയൊക്കെ ഉണ്ടാവും, വെളുത്ത മീശ. ഈ വെളുത്ത പ്രേം നസീർ മീശ നോക്കിയിട്ട് അമ്മൂമ്മേൻ്റെ അടുത്ത് ചോദിക്കും, നീ അതിന്ന് പാല് കട്ടുപിടിച്ചു. അപ്പം ഞാൻ വിചാരിക്കും, ഈ മുതിർന്ന ആൾക്കാർക്കൊക്കെ എന്തൊരു ബുദ്ധിയാണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുഞ്ഞി ചുമലിൽ കുളിക്കും. എനിക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് എങ്ങനെ അമ്മൂമ്മ ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത്.
അതുപോലെ ഈ രാത്രി അമ്മൂമ്മ പാല് കാച്ചാൻ വെക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞാൽ ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുക്കും. അമ്മൂമ്മ സീരിയൽ കാണാനോ പച്ചക്കറി അനയാനോ ഒക്കെ അപ്പുറത്ത് പോയിരിക്കുമ്പോൾ ഞാൻ ഈ തിളയ്ക്കുന്ന പാലിൽ ആദ്യത്തെ പാട സ്പൂണ് കൊണ്ട് കൊരി തിന്നും. രണ്ടാമതും വന്ന പാടയും കൊരി തിന്നും. മൂന്നാമത് വരുന്ന പാട തീരെ നേർത്തതായിരിക്കും, അപ്പം പണി കിട്ടും. അതുകൊണ്ട് അവിടെ നിർത്തും. അമ്മൂമ്മ അപ്പോൾ വിചാരിക്കുക, അശ്ശോ, അമ്മൂമ്മക്ക് ഭയങ്കര വേവലാതിയാണ് പാലിൻ്റെ കൊഴുപ്പ് കുറയാന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ അത് മൈൻഡാക്കില്ല. അതിൽ അമ്മൂമ്മ പാല് ഉറഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സർക്കിട്ടൊക്കെ കഴിഞ്ഞ് മാമൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കവുങ്ങും പാലയുടെ ഒരു ചെറിയൊരു തുണ്ടുണ്ട്. അത് വെച്ചിട്ട് ഈ പാല് കാച്ചി പാത്രം ഇങ്ങനെ പഠിച്ച് തിന്നും. അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. ഞാനൊരു കുട്ടിയാണെന്നുള്ള സകലമായ ഇമോഷണൽ ബ്ലാക്ക് മെയിലും നടത്തി ഞാനാണ് പാൽപാത്രം പാട പഠിച്ച് തിന്നാൻ. അതിൻ്റെ ഈ സൈഡിലുള്ള പാടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനിയുണ്ട് കുറേ രുചിഭേദങ്ങൾ. അടുക്കളയ്ക്ക് പുറകിലൊരു നാരകം നട്ടിട്ടുണ്ട്. ഈ വേനൽ ചൂടിൽ നമ്മളിങ്ങനെ വേവുമ്പോൾ നല്ല പച്ച മോരിലേക്ക് നാരകത്തിൻ്റെ ഇല പിച്ചിട്ട് പച്ചമുളകും ഉപ്പും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അകവും പുറവും ഒരുപോലെ തണുക്കും. അതുപോലെ തൈരിട്ട ചോറ് നന്നായി കുഴിച്ച് കണ്ണിമാങ്ങ അച്ചാറ് കൂട്ടി കുഴച്ചുണ്ണതാണോ അതോ ചൂടുള്ള ചോറിലേക്ക് വെണ്ണ ഉരുകി ഒലിച്ച് ചേരും മുമ്പേ കൂട്ടിക്കുഴച്ചുണ്ണതാണോ രുചി? ഭരണിയിൽ ഇങ്ങനെ ഒരു കടക്കോലിട്ട് ഇങ്ങനെ ഗുളുഗുളു കാണിച്ചിട്ടാണ് അമ്മൂമ്മ വെണ്ണ ഉണ്ടാക്കുന്നത്. ഈ കടക്കോലി തിരിയുമ്പോൾ ഗുളുഗുളു ശബ്ദവും കേട്ടിരിക്കുമ്പോൾ അമ്മൂമ്മ എൻ്റെ നാക്കിൽ ഇച്ചിരി വെണ്ണ വെച്ചു. അതുപോലെ കുരുമുളകിൻ്റെ ഇല കൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ സൈഡിലൊക്കെ ഉള്ള വെണ്ണയൊക്കെ അമ്മൂമ്മ ഇങ്ങനെ കോരിയെടുക്കും. ഓരോ ദിവസവും ഈ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുമ്പം കുരുമുളകിൻ്റെ ഇല പറിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ. ഒരില കൊടുക്കുമ്പോൾ അമ്മൂമ്മ ഒരു കുഞ്ഞു വെണ്ണയൂറിൽ എനിക്ക് തരും. അതാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് ഈ വെണ്ണ കടഞ്ഞെടുത്ത് വെണ്ണ ഇങ്ങനെ ഉള്ളം കയ്യിലിട്ട് ഉരുട്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അമ്മൂമ്മ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറന്ന് അതൊക്കെ കട്ടി തിന്ന് ഇങ്ങനെ കൈയൊക്കെ മരവിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഈ വെണ്ണ ഒരുക്കുമ്പോഴുള്ളൊരു മണമുണ്ട്. ലോകത്തിലെ മറ്റേതൊരു ഭക്ഷണത്തിൻ്റെ ഗന്ധവും ഇത്രയ്ക്കും എന്നെ കൊതിപ്പിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ചിറ്റയ്ക്കൊപ്പം പുഴയിൽ ഞാൻ കുളിക്കാൻ പോയി. നല്ല ഒരു അവധിയുള്ളൊരു ദിവസമായിരുന്നു. അവധി ആയതുകൊണ്ട് ചിറ്റ പതുക്കെ സമയമൊക്കെ എടുത്താണ് തുണിയൊക്കെ അലക്കിയത്. ചിറ്റ ഇങ്ങനെ തുണി അലക്കണ സമയത്ത് ഞാൻ പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരം ആ പുഴയിൽ ഇങ്ങനെ നീന്തിയത് കൊണ്ടായിരിക്കാം കരയിലേക്ക് കയറിയപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അമ്മയുടെ വീട്ടിലേക്ക്. പോകുന്ന വഴി വലിയ കരിമ്പനകൾ ഇങ്ങനെ രണ്ട് വശത്ത് നിൽക്കുന്ന ഒരു ഇടവഴിയൊക്കെ ഉണ്ട്. ഒരു ചേച്ചിയുടെ ഇല്ലത്തിൻ്റെ മുന്നിലുള്ള ആ ഇടവഴിയും കിടന്ന് സർപ്പക്കാടും കിടന്ന് അമ്മായിയുടെ മുന്നിൽ ചെറിയ കൊച്ചിടവഴിയിലൂടെ വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് താഴേന്ന് അമ്മൂമ്മ നെയ്യൊരുക്കുന്ന മണം വന്നത്. വെണ്ണ ഉരുക്കിയ പാത്രത്തിലേക്ക് ഒരു പിടി ചോറിട്ട് അന്ന് ഞാൻ കഴിച്ചതിനേക്കാൾ സ്വാദോട് കൂടിയിട്ട് ഞാൻ പിന്നീട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കറി പോലും ഇല്ലാണ്ട് ഞാൻ ഫുള്ള് ചോറുണ്ട്. അമ്മ വീട് അടച്ചു പൂട്ടിയിട്ട് കുറേ വർഷങ്ങളായി. നന്ദിനി പശുവൊന്നുമില്ല, അമ്മൂമ്മയില്ല, അന്നത്തെ ഞാനില്ല. എങ്കിൽ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ കഴിച്ചാലും നാവിൽ നിന്ന് മനസ്സ് തൊട്ട ചില രുചികൾ ഒരിക്കലും മായാതെ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. അതുപോലെ ചില മണങ്ങൾ. നമ്മുടെ പൂ കണ്ടപ്പോൾ ഞാൻ അവളെ ഓർത്ത പോലെ.